ശ്രീനാരായണ സാംസ്കാരിക സമിതി കായംകുളം യൂണിറ്റ് തെരഞ്ഞെടുപ്പ് 31-ന് നടക്കും. ഇതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതേസമയം ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ചിലർ കഴിഞ്ഞ 17-ന് തെരഞ്ഞെടുപ്പ് നടത്തിയെന്ന് കാട്ടി വാർത്ത നൽകി. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി ഹഡ്കോട്ട് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ശ്രീനാരായണ സാംസ്കാരിക സമിതി കായംകുളം യൂണിറ്റിന്റെ തെരഞ്ഞെടുപ്പും പൊതുയോഗവും ഈ മാസം 31-ന് നടത്തുന്നതിനുള്ള നടപടികൾ തുടർന്നു വരികയാണെന്ന് അഡ്കോ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു റിട്ടേണിംഗ് ഓഫീസർ എന്ന നിലയിൽ ഷെഡ്യൂൾ അനുസരിച്ച് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. സമിതി അംഗങ്ങളെല്ലാം ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സമിതി ഭാരവാഹിത്വത്തിൽ നിന്നും അഴിമതി കാട്ടിയതിനാൽ പിരിച്ചുവിടപ്പെട്ട ചിലർ 17-ാം തീയതി SN വിദ്യാപീഠത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കാണിച്ചുകൊണ്ട് പ്രചാരണം നടത്തി. അന്നേ ദിവസം സ്കൂളിൽ കായംകുളം പോലീസിന്റെ സാന്നിധ്യത്തിൽ സമിതിയുടെ യോഗം നടക്കുകയായിരുന്നു. പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണം നടത്തുകയും വാർത്ത നൽകുകയും ചെയ്തതിന്റെ പേരിൽ നിയമ നടപടികൾ സ്വീകരിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. അടുത്ത കാലത്തുണ്ടായ ചില സംഭവവികാസങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സമ്മേളനം വിളിക്കേണ്ടി വന്നത്. അത് നിലവിൽ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റി രണ്ട് ടേം തെരഞ്ഞെടുപ്പുകൾ നടത്താതെ ഇങ്ങനെ നടന്നതായി. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സമിതിയും അതിൻ്റെ ഉപരിയായിട്ടുള്ള ഇന്റർനാഷണൽ സമിതിയും കാര്യങ്ങൾ പഠിക്കുകയും പരിശോധിക്കുകയും ഇതിനകത്ത് ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റി പിരിച്ചുവിടുകയും പുതിയ അഡ്കോ കമ്മിറ്റി രൂപീകരിക്കുകയും ഈ പുതിയ ഇലക്ഷന് റിട്ടേണിംഗ് ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഡിസംബർ 2-ാം തീയതി തന്നെ ആരംഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ തരത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ ഒരു പ്രക്രിയ ഇവിടെ യാതൊരു തടസ്സവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ചില പത്രങ്ങളിൽ ഒരു വ്യാജ വാർത്ത പ്രചരിക്കുകയും സമിതിയുമായി ഭിന്നിച്ചു നിൽക്കുന്ന മറ്റു ചില വ്യക്തികൾ ഇലക്ഷൻ നടത്തുന്നു എന്നുള്ളൊരു പരസ്യവും കാണാനിടയായി. 17-ാം തീയതി ഞായറാഴ്ചയാണ് ഇലക്ഷൻ നടക്കും എന്നവർ പറഞ്ഞിരുന്നത്. ഹൈക്കോടതിയിൽ അവർ പോയി. പക്ഷേ ഹൈക്കോടതി അവരുടെ അഭ്യർത്ഥന നിഷ്കരണം തള്ളുകയാണുണ്ടായി. പോലീസിൽ പോയി യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് പോലീസിൽ നിന്നും അവർക്ക് യാതൊരു പിന്തുണയും ലഭിച്ചിട്ടില്ല. 31-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ എല്ലാ സമിതി അംഗങ്ങളുടെയും സഹകരണം ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ അഡ്കോ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ ശ്രീകുമാർ പള്ളിയമ്പിൽ, PB ശ്രീകുമാർ, CR റോബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.